ഹലോ, അപ്പൊ സമയം 4:30 നമ്മളൊരു യാത്ര പോകണം. മോനസിനെ കാണുന്നില്ല. എങ്ങോട്ടാ മോനെ? വയനാട് പോവാണ്. നമ്മളെ ഷൂട്ടിംഗ് ഒക്കെ മാറ്റി വെച്ച് ഒരു 2 ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ ഏട്ടാ? അടിച്ചു പൊളിക്കാൻ പോവാ കേട്ടോ. അപ്പൊ നമ്മുടെ യാത്രാ വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് ഷൂട്ടിംഗ് ചെയ്യുന്നില്ല കേട്ടോ, അടിച്ചു പൊളിക്കാൻ വേണ്ടി മാത്രം പോവാണ്. അപ്പൊ നമ്മുടെ ഷൂട്ടിംഗ് എന്താണ് യാത്രാ വിശേഷങ്ങളൊക്കെ ഓൺ ദ വേ ഇട്ട് തരാം. ഓക്കെ ഓക്കെ. ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചായ കൂടി തുടങ്ങി. നമ്മള് വണ്ടൂരെത്തി ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ്. ഓക്കെ അല്ലേടാ മോനെ? ആ, ചുമയൊക്കെ ഉണ്ടായിരുന്നു, അതിന് ചെറിയൊരു ടയേർഡ് ഉണ്ടല്ലേ? ആ, അങ്ങനെ നമ്മള് ഭക്ഷണം വണ്ടൂരിന്ന് കഴിച്ചത്. അപ്പൊ കനോലി പ്ലോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് അല്ലേ മോനെ? ആ, ജംഗിലെത്തി. അങ്ങനെ നമ്മള് നിലമ്പൂർ എത്തിട്ടോ അല്ലേ? വഴിക്കടവ് വഴിക്കടവ് നിലമ്പൂര് നാടുകാണി വഴിയാണ് പോകുന്നത്. നമ്മള് മൈസൂർ അന്ന് പോയപ്പോഴും ഇതേ റൂട്ട് തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ വഴിക്കടവ് അല്ലേ, അവിടെ മാത്രം ചെറിയൊരു, ഇപ്പൊ അന്ന് തന്നെ അത്ര മോശമില്ല, അന്ന് വരുമ്പോ ഒരുപാടായിരുന്നു. ഇപ്പൊ ഏകദേശം എല്ലാ വണ്ടികളും പോയി സെറ്റ് ആയിട്ടുണ്ട്. അതിന് ഞങ്ങള് നിലമ്പൂർ എത്തിയിരിക്കുകയാണ്. മോൻറ്റി യെസ് ഓക്കെ. മോന് കുറച്ച് ചെറിയൊരു ചുമയുണ്ട്, അപ്പൊ അതിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് അല്ലേ? ഓക്കെ ആണോ? ആ സെറ്റ്. അങ്ങനെ 8:30 നമ്മള് നാടുകാണി ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മള് സ്ലോ ആയിട്ടാ വന്നിട്ടോ, കാരണം അധികം പറപ്പിച്ചില്ല. മെല്ലെ റോഡ് ഒന്നാമത് വരുന്ന വഴി കുറച്ച് മോശമായിരുന്നു, അപ്പൊ മെല്ലെ വന്നത്. പിന്നെ ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് അല്ല, നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇനി ചുരത്തില് കുറച്ച് അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും വിചാരിക്കണം ആ ഒരു പ്രശ്നത്തിന് ശേഷം. ആ, അതാ എലിഫന്റിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതൽ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് തോന്നുന്നു അല്ലേ? ആന ഇറങ്ങുന്ന ഒരു ചുരമാണ് വഴിക്കടവ്. ഇതിന് 2 പേരുണ്ട്, വഴിക്കടവുണ്ട്, നാട് കാണിച്ചുരം. ഒരുപാട് കഥകളുണ്ട് ഇതിന്. കഥ അറിയാത്തോണ്ട് പറയുന്നില്ല. ഓക്കെ, പക്ഷെ നല്ല വീതിയുള്ള റോഡാട്ടോ അല്ലേ? വയനാട് ചുരം നമ്മുടെ അത് കുറച്ച് ഒക്കെ ആയിട്ടുള്ളത്. ഇത് വളരെ ചെറിയൊരു ചുരം. അതെ. ആ, എലിഫന്റ് മരം പൊട്ടിച്ചിട്ടുണ്ട് മോനെ. മോൻ കിടന്നോ? അവിടെ എത്തുമ്പോ വിളിക്കാ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ എത്തിയോ സിംഗിൾ റോഡായി അല്ലേ? നമ്മളുടെ കേരളത്തിൽ ഡബിൾ റോഡായിരുന്നു, ഇപ്പൊ സിംഗിൾ റോഡായി. ചെറിയ റോഡായി, അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്തായാലും ചുരത്തിലൊക്കെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി. ആ, നമുക്ക് കൊന്നേക്കാ വിരിഞ്ഞ് നല്ല രസമായി നിൽക്കുന്നുണ്ട്. എത്ര വെയിലുണ്ടെങ്കിലും ഇതിനകത്ത് അറിയില്ല അത്ര അല്ലേ? മരങ്ങളും സുഖമായിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ നിർത്താനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ചെക്കിംഗ് ഇല്ല. അതെ, അതെവിടെ എത്തി? നാടുകാണി ചെങ്കല്. ഇനി കോഴിക്കോടിലേക്ക് നോക്ക്, 123 കിലോമീറ്റർ. ഗൂഡല്ലൂർ 11 ഇനി കോഴിക്കോട് വഴിയായിരിക്കും തോന്നുന്നു, കാരണം അങ്ങോട്ട് ഇനി മൈസൂരല്ലേ പോവാ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മള് മൈസൂർക്ക് പോകുന്നത്. ഇത് മലപ്പുറം അല്ല, നമ്മുടെ പാലക്കാടല്ല, കോഴിക്കോട് വയനാട്. ഓക്കെ, ഇത് എവിടെ ശരിക്കും? നാടുകാണിയാണ് കേട്ടോ. ഇത് നാടുകാണി ടൗൺ ആണ്. നാടുകാണി ശരിക്കും നമ്മളിപ്പോ തമിഴ്നാട് കൂടെ വന്ന് ഇനി അല്ലേ ഇനി കേരളത്തിലേക്ക് വന്നു. തമിഴ്നാട് കയറി ഇനി വീണ്ടും കേരളത്തിലേക്ക്. അതൊരു സംഭവം തന്നെ അല്ലേ? ഓരോരോ സംഭവം ഭയങ്കര അടിപൊളി. ഈ റോഡിൽ വന്നിട്ടില്ലല്ലേ? ഈ റോഡിൽ ഫസ്റ്റ് ടൈമാണ്. അടിപൊളി അല്ലേ? കുറച്ചുകൂടി നേരത്തെയാണ് ഈ ഒരു ബ്യൂട്ടി ആയിരിക്കും. ഇത് ചെറിയൊരു വെയിലൊക്കെ, ചായത്തോട്ടല്ല തേയിലത്തോട്ടം അല്ല മോനെ? തേയിലത്തോട്ടമാണ്, ചായത്തോട്ടം അല്ലല്ലോ. മോൻ ആദ്യമായിട്ട് കാണുക അല്ലല്ലോ? ആ, മൈസൂർ വന്നപ്പോ കണ്ടതാണ് കേട്ടോ. അതന്നെയായിട്ട് അങ്ങനെ മൂന്നാറെത്തി നമ്മള്. സച്ചുവിന് ഹണിമൂണിനായിട്ട് മൂന്നാറിലേക്ക് കൊണ്ടുപോകാറ്. അപ്പൊ തന്നെയാണ് മൂന്നാറുള്ളത്, വേറെ ഒന്നുമില്ല. ഇത് തന്നെയാണ് മൂന്നാറുള്ളത്. മൂന്നാർ മാത്രം പോയല്ലേ? കല്യാണം കഴിയാത്ത ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞത്. അപ്പൊ തൊട്ട് മൂന്നാർ പോകാൻ ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞു. ഇനി മൂന്നാർ എന്നെ എത്തിച്ചിട്ടില്ല. ഇവിടെ തന്നെ മൂന്നാർ തന്നെ തേയിലത്തോട്ട് തന്നെ മൂന്നാറുള്ളത്. പറഞ്ഞ വാക്ക് പാലിക്കട്ടെ പോലെ. അപ്പൊ പറയുമ്പോൾ അതല്ലാണ് ഞാൻ നിന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടില്ലേ പറയാം. എന്നാലും അത് കൊണ്ടുപോണ്ടേ?
അതല്ലാണ്ട് വേറെ എത്ര സ്ഥലം കൊണ്ട് അത് പറയില്ല. ഇതാണ് പെണ്ണുങ്ങൾ വരുന്നത്. എല്ലാവരുടെയും കൊണ്ടുപോയിട്ടുണ്ട്. ഫുള്ള് കറക്കമാണ്. എന്നാലും പറഞ്ഞ സ്ഥലം കൊണ്ടുപോയാലും പ്രശ്നം. നല്ല സ്ഥലമല്ല ഇത്. ഇതന്നെ മൂന്നാർ പറഞ്ഞത് ഇതന്നെ തേയില തോട്ടം തന്നെയാണ്. അവിടെ അത്രയും ചുരങ്ങൾ കയറാൻ കഴിയാണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ട്രാവലറൊക്കെ വിളിച്ചിട്ട് പോകണം. നല്ല രസമുണ്ട് അല്ലേ? ആ ഇനി അങ്ങോട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. ഏതാ സ്ഥലം അറിയോ? ഇത് പന്തല്ലൂര്. കാലിക്കറ്റ് ഉണ്ട് 111 കിലോമീറ്റർ. കോഴിക്കോട് 113. മുക്കാട്ടി നമ്മൾ അമ്പലവയലിലേക്കാണ് പോകുന്നത്. അവിടെ റിസോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി അവിടെ നിന്ന് കാണിച്ചു തരാം. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഇനി നമ്മൾ കേരളത്തിലേക്ക് കടക്കാണ്. ഇതൊരു ഭയങ്കര സംഭവം തന്നെ അല്ലേ? ഇപ്പൊ താളൂരെത്തി, എരുമാടൊക്കെ കഴിഞ്ഞ് നമ്മൾ താളൂരെത്തിയിരിക്കുകയാണ്. ഇനി കേരളത്തിലൂടെയുള്ള യാത്ര. ഓക്കെ, വെൽക്കം ടു നീൽഗിരി. കണ്ടോ, അടിപൊളി. എന്തായാലും ബത്തേരിക്ക് 11 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടോ. നമ്മുടെ റൂംസ് എത്തി. അടിപൊളിയായി, നല്ല സെറ്റപ്പാണ്. അപ്പോൾ ഇനി പൂളിലേക്ക് ഇറങ്ങണം. പൂളിൽ കുറച്ച് നല്ല വെയിലുണ്ട് അല്ലേ? ഞങ്ങൾ വയനാട് കുറച്ച് തണുപ്പുണ്ടാകുന്നുണ്ട്. വലിയ തണുപ്പില്ല, അല്ല വലിയ വെയിലില്ല, എന്നാലും ചെറിയ ഇതുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൂളിലേക്ക് ഇറങ്ങി. ബാക്കി നൈറ്റ് ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്. നൈറ്റ് ജീപ്പ് എടുത്തിട്ട് രാത്രി 10 മണിക്ക് ശേഷം കാട്ടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു യാത്രയുണ്ട്, മൃഗങ്ങളെയൊക്കെ ആയിട്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്യണമെങ്കിൽ 8 ആളില്ല, ഒരു ജീപ്പാണ്. 8 ആളാണ് മിനിമം. അപ്പോൾ നമ്മൾ 2 ആളുള്ളൂ. ബാക്കി ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ 2 ആളും കൂടി കിട്ടുകയാണെങ്കിൽ നമ്മൾ ബാക്കി ബുക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടെങ്കിൽ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ്, എങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് വന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിലും നല്ല പൈസ കൊടുക്കണം. നിങ്ങൾക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വളരെ കുറവ് മതി. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു. അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല, അവിടെ കുറേ ഇതുണ്ട് കേട്ടോ. അവിടെ ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കാണിച്ചു. ഓക്കെ, ബൈ.